സംസ്ഥാന സർക്കാർ വിപുലമായ രീതിയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ 3000-ലധികം പ്രതിനിധികൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെന്നുള്ള ഇത് തർക്കമൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കണം. ആ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ശബരിമലയുടെ ആചാര ലംഘനത്തിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ, ഒരു പത്രസമ്മേളനം നടത്തിയതിൻ്റെ പേരിൽ മാത്രം 251 ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് ഞാൻ മാത്രമല്ല. ഡോക്ടർ സെൻകുമാർ, പഴയ DGP ആയിരുന്ന സെൻകുമാറുണ്ട്, ശശികല ടീച്ചറുണ്ട്, SJR കുമാർ, K സുരേന്ദ്രൻ, ഇങ്ങനെ ഒരുപാട് പേര് പ്രതികളാക്കപ്പെട്ട് നാട്ടിൻപുറത്തുമൊക്കെ ധാരാളം പേര് വിവിധ പേരുകളിൽ വിവിധ കേസുകളിലൊക്കെ. ഇത്രയില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ 251 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമല അന്നത്തെ സർക്കാർ, ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നൽകണം എന്ന അഭിപ്രായമായിരുന്നു. ആ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് എന്ത് വില കൊടുത്തും നവോത്ഥാനത്തിൻ്റെ പൂർത്തീകരണം വരണമെങ്കിൽ സ്ത്രീ പ്രവേശനം വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നു കോടതിയിൽ. ജസ്റ്റിസ് മണികുമാർ ചീഫ് ജസ്റ്റിസായി, ജസ്റ്റിസ് ചാലി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഡിവിഷൻ ബെഞ്ചിൽ വന്ന സമയത്ത് അന്നത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്ന രഞ്ജിത്ത് തമ്പാൻ, മീനാക്ഷി തമ്പാൻ്റെ മകൻ, CPI-കാരൻ രഞ്ജിത്ത് തമ്പാൻ കോടതിയിൽ പറഞ്ഞ് ഇവരിങ്ങനെ ഒരുപാട് പേരിങ്ങനെ ഇതിൻ്റെ പേരിൽ ബന്ദിനൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവരെയും കൂടിയൊക്കെ പ്രതികളാക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ കോടതി ആവേശഭരിതനായി. മണികുമാർ ആവേശഭരിതനായിട്ട് എല്ലാവരെയും അതിനകത്ത് പ്രതികളാക്കാൻ പറഞ്ഞു. ഈ പ്രതികളാക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുന്ന സമയത്ത് അങ്ങനെയാണ് ഈ 251 കേസിലൊക്കെ ഞങ്ങൾ പ്രതികളായത്. ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളത് കേൾക്കാൻ പോലുള്ള സൗമനസ്യം കാണിച്ചിട്ടില്ല. നാച്ചുറൽ ജസ്റ്റിസിനെ ഡിനൈ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ആ ഉത്തരവിട്ടത്. സ്വാഭാവിക നീതിയുടെ നിഷേധം അതിനകത്തുണ്ട്. ആ സ്വാഭാവിക നീതിയുടെ നിഷേധം നടത്തിക്കൊണ്ടാണ് കോടതി ആവേശം കൊണ്ട് അന്ന്. കാരണം കോടതിയും നവോത്ഥാനം നടത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ഒരു സമയത്താണ് അത് വരുന്നത്. ആ കേസുകളിൽ ഒരെണ്ണം പോലും പിൻവലിച്ചിട്ടില്ല. അന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ എതിർത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ 1000 അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ 1000 അയ്യപ്പ ക്ഷേത്രങ്ങളാണ്. ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ റിപ്ലിക്കയല്ല അടുത്ത അയ്യപ്പ ക്ഷേത്രം. കാരണം ഓരോ ക്ഷേത്രങ്ങളും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് ആ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന മൂലമന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ മൂലമന്ത്രമാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ എല്ലാ സമയത്തും തുറന്നിരിക്കുന്ന അമ്പലമുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോകാവുന്ന അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, അങ്ങനെ എപ്പോൾ പോകാവുന്നതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ തുറക്കുന്ന, അങ്ങനെ പലതരത്തിലുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ശബരിമലയിൽ മാത്രമാണ് ഈ ഒരു പ്രത്യേകതയുള്ളത്. അതിൻ്റെ മൂലമന്ത്രം അതാണ്. അപ്പോൾ ആ മൂലമന്ത്രത്തിലൊരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോട്ടോക്കോളുണ്ട്. എന്താണ് ആ പ്രോട്ടോക്കോൾ എന്ന് ചോദിച്ചാൽ, ദേവപ്രശ്നം വെക്കണം, ആ പ്രശ്നത്തിൽ അല്ലെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം വെക്കണം, എന്നിട്ട് ആ പ്രശ്നത്തിൽ ദേവൻ്റെ സമ്മതി കിട്ടണം പ്രതിഷ്ഠയുടെ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നു എന്ന് ഉറപ്പാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴം 11 വന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി ഗ്രഹങ്ങളെല്ലാം ഈ പ്രശ്നത്തിൽ അനുകൂല സ്ഥാനത്ത് വന്നു കഴിഞ്ഞാലേ അത് പറ്റുള്ളൂ. വ്യാഴം 3 മറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് മാറ്റാൻ പാടില്ല, ദേവൻ്റെ പ്രീതിയില്ല എന്നും വേണ്ടത് മാറ്റിക്കളയും. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ 3 മറഞ്ഞു നിൽക്കുന്ന വ്യാഴത്തെ ഏതെങ്കിലും ഒരു കോടതിക്ക് ഉത്തരവിറക്കിയിട്ട് അതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്ന് 11 നിർത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. പറ്റില്ല. കാരണം അത് വേറൊരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ചെയ്യുന്നതല്ലേ. അതെ. അപ്പോൾ ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ഇപ്പം നിലവിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ചാൽ അവിടെ സ്ത്രീ പ്രവേശനം സാധ്യമല്ല ഒരു പ്രത്യേക പ്രായത്തിലുള്ളവർക്ക്. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് മാറ്റിക്കോ. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇതിൽ മാറ്റാം എന്ന് തീരുമാനമെടുക്കാൻ കോടതിക്ക് അധികാരമില്ല. എന്താ കാരണം? കോടതിക്ക് ഇതിൻ്റെ രംഗത്ത് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ക്ഷേത്രവും ബാക്കി ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ അധികാരമില്ല. അത് കോടതി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്.
ഏതെങ്കിലും ഒരു കുർബാന അങ്ങനെ നടത്തണം ഇങ്ങനെ നടത്തണമെന്ന് കോടതിക്ക് പറയാൻ പറ്റുമോ? ഒരു പള്ളിയിലെ കുർബാന പറ്റില്ല. അത് ആ പള്ളിയാണ് തീരുമാനിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ള കാര്യം. അവരുടെ സഭ തീരുമാനിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നടക്കും. ഇതിൽ ഒരബദ്ധം ഇവർക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ധാരണ, ഇപ്പോൾ ഒരു സേക്രഡ് ഹാർട്ട് ചർച്ച് ഉണ്ടെന്ന് വെക്കുക, കാത്തലിക് ചർച്ചിൻ്റെ കീഴിൽ, ക്രിസ്ത്യാനിറ്റിയുടെ കീഴിൽ. ലോകത്തുള്ള എല്ലാ കാത്തലിക് സേക്രഡ് ഹാർട്ട് ചർച്ചിലും ഒരേ രീതിയിലായിരിക്കും നടക്കുക. യൂണിഫോമിറ്റി ഉണ്ട് അതിനകത്ത്. ഒരു കൃഷ്ണക്ഷേത്രത്തിലെ ആചാരവും വേറൊരു കൃഷ്ണക്ഷേത്രത്തിലെ ആചാരവും തമ്മിൽ യൂണിഫോമിറ്റി ഇല്ല. ഒരു അയ്യപ്പ ക്ഷേത്ര ആചാരവും മറ്റൊരു അയ്യപ്പ ക്ഷേത്രത്തിലും തമ്മിൽ യൂണിഫോമിറ്റി ഇല്ല. ഓരോന്നും യുണീക്കാണ്. ഈ യുണീക്ക്നെസ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിൽ കോടതി പരാജയപ്പെട്ടതുകൊണ്ടാണ് കോടതി അവിടെ ഇരുന്ന് ആവേശം കൊണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അപ്പോൾ അന്ന് ഇതിനേക്കാൾ ആവേശമായിരുന്നു. എന്താ, രണ്ട് സ്ത്രീകൾ, എന്താണ് അവരുടെ പേര് ഞാൻ ഇപ്പോൾ മറന്നുപോയി, ബിന്ദു അമ്മണിയും അങ്ങനെ രണ്ട് ഇതര മതസ്ഥരായിട്ടുള്ള രണ്ട് സ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന് കയറ്റി മതസൗഹാർദ്ദം സ്ഥാപിക്കാനും സെക്കുലറിസം സ്ഥാപിക്കാനും ഓടി നടന്നതാണ് പിണറായി വിജയൻ. അതിൻ്റെ ഫലം അദ്ദേഹത്തിന് കിട്ടി. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ട് തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ വീടാന്തരം കയറി ഇറങ്ങി ക്ഷമ പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഇതുവരെയും ഈ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു കേസും പിൻവലിച്ചിട്ടില്ല. എല്ലാം ക്രിമിനൽ കേസ് തന്നെ. എല്ലാം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച്. ഞാൻ ഒരേ സമയത്ത് കേരളത്തിലെ 3 സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഹമ്പക്കുകൾ എഴുതി വച്ചിട്ട് അത് തെറ്റാണെങ്കിൽ അത് പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ ഇതുവരെ സമീപിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ച് ഇത് നടത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നടത്താവുന്നതാണ്. ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെ എതിർക്കപ്പെടുകയും വേണം. അപ്പോൾ ഒന്ന്, ഈ ശബരിമല സംഗമം അയ്യപ്പ സംഗമം നടത്തുന്നതിൽ തെറ്റില്ല. ദേവസ്വം ബോർഡ് നടത്താവുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വിശേഷിച്ചും. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ശബരിമല ഇരിക്കുന്നത്. അവിടെ ഒരു ആഗോള അടിസ്ഥാനത്തിൽ അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം ഇവർ വിളിച്ചു കൂട്ടുന്നതിൽ ഒരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ അത് ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നതിന് വേണ്ടിയാകരുത് എന്ന് മാത്രവുമല്ല, അതിൽ പങ്കെടുക്കുന്നവർ അയ്യപ്പ ഭക്തന്മാരും ആയിരിക്കണം. കാരണം ക്ഷേത്രം നിങ്ങൾക്ക് എക്സ്കർഷന് പോകാനുള്ളൊരു സ്ഥലമല്ല. അതൊരു ഒരു പിലിഗ്രിം സെൻ്ററാണ്, അതിലൊരു എക്സ്കർഷൻ സ്പോട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്കർഷന് പോകാവുന്ന രീതിയിൽ പോയി ശബരിമല സംഗമത്തിൽ പങ്കെടുക്കാൻ അയ്യപ്പ ഭക്തന്മാരല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ അത് എതിർക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം അയ്യപ്പ സമ്മേളനം എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനം ഇരിക്കണം. ഭക്തിയില്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ എന്താ കാര്യം? നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ലല്ലോ. അതൊരു എക്സ്കർഷൻ സ്ഥലമല്ല. നിങ്ങൾക്ക് വേറെ എത്ര സ്ഥലത്ത് പോകാം. ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമുള്ളവരായിരിക്കണം. അയ്യപ്പനിൽ വിശ്വാസമുള്ള അയ്യപ്പ ഭക്തരാണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് അയ്യപ്പ ഭക്തരാണോ? അല്ല. അത് ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ അതിനേക്കാളെല്ലാം ഉപരി പിണറായി വിജയൻ എത്തിയിസ്റ്റാണ്, ദൈവനിഷേധിയാണ്. ഗോവിന്ദനും ദൈവനിഷേധിയാണ്. ദൈവനിഷേധിയായ പിണറായി വിജയനും ദൈവനിഷേധിയായ ഗോവിന്ദനും അയ്യപ്പൻ്റെ കാര്യത്തിൽ എന്ത് താല്പര്യം? കാരണം അതിൽ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ താല്പര്യത്തെ വിശ്വസിക്കാൻ പ്രയാസം വരും. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റായിട്ട് ഇത് നടത്തും എന്ന് പറയുന്നത് ഗോവിന്ദനാണ്. വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി ഇവർ ചേർന്നിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ സമ്മേളനമാണത്. ആ രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം വളരെ ലളിതമാണ്. എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടേ ഞാനതിനെ കാണുന്നുള്ളൂ. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾ, വിശ്വാസികളായ ആൾക്കാരൊക്കെ ഇത് തിരിച്ചറിയില്ലേ? തിരിച്ചറിയേണ്ടതാണ്.
പക്ഷേ അവരോട് പറയണത് വിശ്വാസികളുടെ സംഗമം ആഗോള അയ്യപ്പ സമ്മേളനം ഞങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. ഇത് പേര് ആരുടെയാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയാണ്. നടത്തുന്നത് ആരാണ്? പാർട്ടിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ലെറ്റർ പാഡിലാണ് ഈ പറയുന്ന ലോക കേരള സഭയിൽ അംഗങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. സർക്കാർ ക്ഷണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമില്ലേ? ഒരു സെക്കുലർ സ്റ്റേറ്റ് നിലനിൽക്കുന്ന സമയത്ത് ഒരു സെക്കുലർ സ്റ്റേറ്റിലുള്ള ഭരണാധികാരികൾക്ക് ഒരു റിലീജിയസ് ഫങ്ഷനിൽ എന്ത് താല്പര്യമുണ്ട്? ഇഷ്ടമുള്ളവർ പോട്ടെ, പക്ഷെ അവർ ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ടോ? ശബരിമലയ്ക്ക് പോകാനുള്ള ഭക്തജനങ്ങൾക്ക് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് വേറെയാണ്. അതിൽ നിന്ന് ഇവർക്ക് കാശ് കിട്ടുന്നതാണ്. സ്റ്റേറ്റിൻ്റെ വരുമാനമാണത്. സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണത്. അതതുപോലെ അല്ലല്ലോ ഇത്. അല്ല, അയ്യപ്പന്മാർ ഇപ്പോൾ പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ മാഷിൻ്റെയും ഒരു സഹകരണവും ഇല്ലാതെയല്ലേ കോടിക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമലയിൽ പോയിട്ട് പോകുന്നത്. അതെ. അപ്പം അയ്യപ്പന്മാരവിടെ പോകുന്നുണ്ടല്ലോ. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് പിന്നെ ഒരു അയ്യപ്പ സംഗമം? അതല്ലേ ചോദ്യം. അപ്പം ഇതിൻ്റെ കാരണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഇരുമുടി കറുപ്പ് മുണ്ട് കൊടുത്ത് രുദ്രാക്ഷമാലയും ധരിച്ച് കറുപ്പ് മുണ്ട് കൊടുത്ത് 18-ാം പടി ചേരുന്നതിന് വേണ്ടി ഇരുമുടി കെട്ടുമാറ്റി ഇവരും പോകട്ടെ. അതില്ലല്ലോ. അതില്ല. പിന്നെ ഇതിനേക്കാളെല്ലാം ഇതിനകത്തൊരു അനൗചിത്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെക്കുലർ ഗവൺമെൻറ്റിൻ്റെ ജോലി ഇതല്ലല്ലോ. അവർക്ക് വേറെ എന്തെല്ലാം ചെയ്യാനുണ്ട്? ദേവസ്വം ബോർഡ് ചെയ്യട്ടെ. ദേവസ്വം ബോർഡ് ചെയ്യുന്നതിന് ദേവസ്വം മന്ത്രിക്ക് എന്താ കാര്യം? ദേവസ്വം മന്ത്രിയല്ലോ ദേവസ്വം ബോർഡ്. അല്ല. മന്ത്രിയാണെങ്കിൽ ദൈവവിശ്വാസിയുമല്ല. വാസവൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളല്ല. പിണറായി അല്ല. കാരണം പുള്ളി ആദ്യമായിട്ട് ഗുരുവായൂർ പോയിട്ട് ആ വിളക്കിൻ്റെ പുറകിലിരിക്കുന്നതാണോ ശ്രീകൃഷ്ണൻ എന്ന് ചോദിച്ച ആളാണ്. ഗുരുവായൂർ പോയിട്ട് ആ വിളക്കിൻ്റെ പുറകിലിരിക്കുന്നതാണോ ശ്രീകൃഷ്ണൻ? കാരണം അദ്ദേഹത്തിന് അതിനകത്തൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെ മതവിരുദ്ധരായിട്ടുള്ള ഈശ്വരവിരുദ്ധരായിട്ടുള്ളവർ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതിൻ്റെ പേരിൽ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തിയ 10,000-കണക്കിന് ജനങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ് അതൊന്നും പിൻവലിക്കാതെ അല്ലെങ്കിൽ വേറൊരു കാര്യം, സുപ്രീം കോടതിയിൽ ചെന്ന് പറയട്ടെ ഞങ്ങൾ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞോ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതും പറയാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളാരും പിണറായിയുടെ അടുത്ത് ഞങ്ങളുടെ കേസ് പിൻവലിക്കണമെന്ന് പറയുന്നില്ല. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഉറഞ്ഞു തുള്ളിയ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടല്ലോ. അവരാരും ഈ ശബരിമല കേസിൽ യാതൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ 251 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല. എന്തായാലും അയ്യപ്പ സമ്മേളനം, അയ്യപ്പ സംഗമം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നതിനും ശരിക്കും രാഷ്ട്രീയ സമ്മേളനമായിട്ട് അത് മാറുന്ന എല്ലാ ലക്ഷണവുമാണ്. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.